ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ചെറിയൊരു പായസം ഉണ്ടാക്കാനായിട്ടാണ്. പക്ഷേ അതിന് മുൻപ് പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പം ആദ്യം ഞാൻ അതിന് വേണ്ടുന്ന തേങ്ങാപ്പാൽ, ഇപ്പോൾ 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ എങ്ങനെയാണ് എടുക്കുക, ഈസി മെത്തേഡിൽ എടുക്കാനൊന്ന് പറയാമോ, അതൊന്ന് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടും പിന്നെ പുതിയ പാചകത്തിലേക്ക് കടന്നു വരുന്ന പുതിയ എല്ലാവർക്കും, അറിഞ്ഞുകൂടാത്ത എല്ലാവർക്കും കൂടെ ആയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതിന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിവിടെ 1 മുറി തേങ്ങ ആണ് എടുത്തത്. നമുക്ക് ആവശ്യമുള്ള തേങ്ങ എത്രയാണോ അത് നന്നായിട്ട് നമ്മൾ ചിരകി എടുക്കുക. ഇത് നമുക്ക് കൈകൊണ്ട്, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി തോർത്തി കൊണ്ട് പിഴിഞ്ഞൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മിക്സിയിൽ നമ്മൾ നേരെ മിക്സിയിലിടുന്നു, ജസ്റ്റ് ഒന്ന് കറക്കുന്നു, പിഴിഞ്ഞ് നമ്മൾ തന്നെ അരിച്ച് മാറ്റുന്നു. അപ്പം കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടും നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ പാൽ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യണം. അപ്പം അതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് പെട്ടെന്ന് തേങ്ങയിൽ നിന്ന് പാൽ നമുക്ക് വേർപെടുത്തി എടുക്കുവാനും പൂർണ്ണമായിട്ടും നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അവസാനം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പറഞ്ഞാൽ ഈ തേങ്ങയുടെ ഒരു പാലിൻ്റെ അംശമില്ലാതെ തന്നെ നമുക്കിത് മാറ്റാൻ കഴിയും. അപ്പോൾ അതിന് ഞാനിവിടെ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ്. അതിപ്പോൾ എന്തായാലും തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് തീയങ്ങ് ഓഫ് ചെയ്തു. കാര്യം ഇത്രയും ചൂട് നമുക്കിപ്പം വേണ്ട. ഞാൻ ഇനിയിപ്പം തേങ്ങ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് ആദ്യം ഫസ്റ്റ് ഒന്ന് കറക്കാം. ഇപ്പം ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം, നമുക്ക് കൂടുതലൊന്നും വേണ്ട, അപ്പം വളരെ കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടോടെ തന്നെ നമുക്ക് ഒഴിക്കാം. ഇത് നമുക്ക് ഇപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. കാര്യം ഇപ്പം നമുക്ക് വേണമെങ്കിൽ നോർമൽ, ഇപ്പം ഞാൻ എടുത്ത വെള്ളത്തിന് കുറച്ച് ചൂടുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അല്ലാതെ സാധാരണ നോർമൽ വെള്ളം കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാവുന്നതാണ്. എന്തായാലും ഞാനിത് ഒന്നുകൂടി ഒന്ന് അരച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫസ്റ്റ് 1-ാം പാൽ നമുക്കിതിൽ നിന്ന് മാറ്റാം. ഞാൻ വെള്ളം ഒരു 2 തവിയോളം വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണോളം നോർമൽ വാട്ടറും, കാര്യം ഞാൻ പറഞ്ഞു ചൂടുള്ള വെള്ളത്തിന് കുറച്ച് ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചൊന്ന് ചൂട് ലെവലാക്കിയിട്ടാണ് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തത്. ഇപ്പം നന്നായിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് പാല്, ആ ചൂട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും 1-ാം പാൽ തന്നെ നല്ല കട്ടിക്ക്, നിങ്ങൾക്ക് എൻ്റെ കയ്യിലൂടെ ആ പാൽ വരുന്ന ആ ഒരു തേങ്ങാപ്പാൽ വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാര്യം കറക്റ്റ് പറഞ്ഞാൽ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് ആ തേങ്ങാപ്പാൽ 1-ാം പാൽ എടുക്കാൻ പറ്റും. അപ്പം ഇത് ഞാൻ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നൊന്ന് തേങ്ങാപ്പാലും തേങ്ങാക്കൊത്തും അതൊന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പം ഞാൻ ആ ഒരു 1-ാം പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ 1-ാം പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ ബാലൻസ് വന്ന തേങ്ങയുടെ ആ ഒരു കൊത്ത് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ആ ചൂടുവെള്ളം, ബാലൻസ് ചൂടുവെള്ളം നമുക്ക് തേങ്ങാപ്പാൽ എത്രയാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ലാതെ നമുക്ക് തേങ്ങയിൽ നിന്ന് മാത്രമായിട്ട് തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കിനിയിപ്പം ഇത് 2-ാം പാലിന് വേണ്ടിയിട്ടാണ്. വെള്ളത്തിൻ്റെ ചൂട് ഒരു നോർമലി ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മിക്സിയിൽ അരയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം ഇതും കൂടി 2-ാം പാലിന് വേണ്ടിയിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. ഞാനപ്പോൾ ആ ബാലൻസ് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ 2-ാം പാലും കൂടി. അപ്പോൾ ഈ 2-ാം പാലിലും തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും നല്ല കട്ടി തന്നെയുണ്ട്. കാര്യം നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ടാണ് 2-ാം പാലിലും നമുക്ക് ഈ ഒരു കട്ടിക്ക് തന്നെ കിട്ടിയത്. അപ്പോൾ 1-ാം പാൽ അതിലും നല്ല തിക്കായിട്ട്, അപ്പോൾ കുറച്ചും കൂടി തേങ്ങ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ചൂടുവെള്ളം ചേർത്താൽ മതി. കൂടുതൽ വെള്ളം ചേർക്കണ്ട. കാര്യം കൂടുതൽ ഇതിപ്പം ലൂസ് കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 1 മുറി തേങ്ങയ്ക്ക് ഞാൻ എത്ര എടുത്തു അതിപ്പം 1 തേങ്ങയ്ക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെയപ്പോൾ നമുക്ക് 1-ാം പാലും 2-ാം പാലും, അതല്ല ഇനി 3-ാം പാൽ വേണമെന്നുണ്ടെങ്കിൽ തന്നെയും ആ തേങ്ങ, ഞാൻ എടുത്ത തേങ്ങയിൽ ഇതുപോലെ തന്നെ ഒരു 1-2 തവി വെള്ളവും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ 3-ാം പാൽ നമുക്ക് തയ്യാറാകും. അതുപോലെ തന്നെ ഇപ്പം തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്ക് ബാലൻസ് വന്നു കഴിഞ്ഞാൽ
ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നിങ്ങളത് ചീത്തയാകും എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇപ്പം പായസത്തിനോ എന്ത് കൂട്ടാനിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം കുറുമ സ്റ്റൂ ഒക്കെ വെക്കുമ്പോഴത്തേക്കിനും വേണമെന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്നു, അത് വെച്ചാൽ ചീത്തയാകും എന്നുള്ളത് കൊണ്ട് മുഴുവനും ചേർക്കുന്നവരുണ്ട്. അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത ദിവസം ആകുമ്പോൾ ഈ വെള്ളം മുഴുവനും അടിയിലും ഇതിൻ്റെ പാലിൻ്റെ കറക്റ്റ് ആ ഒരു പാലിൻ്റെ ആ തിക്നെസ്സോട് കൂടി മുകളിലും വന്ന് നിൽക്കും. അപ്പം നിങ്ങൾക്കത് ജസ്റ്റ് അതൊന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് തന്നെ അത് വെച്ചിട്ട് ഇപ്പം നമ്മൾ ചട്നി അരയ്ക്കുന്നുവെങ്കിൽ ചട്നിയിൽ നമുക്ക് ആ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. അതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് കൂരവും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കൂരവൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂരവ് കുറുക്കുവാനും ഒക്കെ ആയിട്ട് ഈ തേങ്ങാപ്പാൽ തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ അധികം വന്നിട്ട് നിങ്ങൾ കൂടുതൽ കൂട്ടാനിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ പായസത്തിലേക്ക് ഒഴിക്കാതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ദിവസം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഇത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂട്ടാനിലും പായസത്തിലും ഒക്കെ ഇടാനായിട്ട് അല്ലെങ്കിൽ ഒഴിക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ തന്നെ ചൂസ് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ എല്ലാ വ്യൂവേഴ്സും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.